സ്വപ്നവേദിയിൽ ഈ സുവർണ കൊടുങ്കാറ്റായി നാലാണ്ടിനോർമ്മകൾ പൂവിടുന്നു. ഒരുമയോടെ തിളങ്ങാൻ ഏവർക്കും സ്വാഗതം. ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ്, നമ്മളൊന്നായി നമുക്കൊന്നിച്ചു ചേരാം. സ്റ്റോമിന്റെ വളർച്ചയും അതുപോലെ തന്നെ, കാരണം നമ്മുടെ ആദ്യമേ നമ്മുടെ ഗോൾഡ് സ്റ്റോം തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വളരെയധികം മെമ്പേഴ്സ്, 150 പേരിലാണ് അന്നത്തെ പ്രോഗ്രാമിൽ നമുക്കിവിടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചത്. പിന്നെ ഇപ്പോൾ അതിങ്ങനെ വളരെ താഴ്ന്ന നിലയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തു. ഇനി എങ്ങനെയെങ്കിലും ഗോൾഡ് സ്റ്റോമിനെ മുന്നോട്ട് നയിക്കാം. അതുകൊണ്ട് അമരക്കാരായിട്ട് നമ്മൾ പല ആളുകളെയും നമ്മൾ മുന്നോട്ടിലേക്ക് നമ്മുടെ ഗോൾഡ് സ്റ്റോമിൽ നിന്ന് തന്നെ നമ്മൾ മുന്നിലേക്ക് നയിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഇതിന്റെ അമരക്കാരെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുമാണ് ഇതിന്റെ അമരക്കാരായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗോൾഡ് സ്റ്റോമിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നടക്കുകയും, കാരണം എല്ലാത്തിനും വളർച്ചയും തളർച്ചയും ഉണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഡൈസിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സുനിൽ സാറിനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശൈലജ മാഡമാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ എക്സിക്യൂട്ടീവ് അംഗത്തിലെ ഏക വനിതാ അംഗമാണ് ശൈലജ മാഡം. അദ്ദേഹം ഒരു റൈറ്ററാണ്. എല്ലാവർക്കും അറിയാം, പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇപ്പം മുൻനിരയിൽ തന്നെ നമ്മുടെ ഗോൾഡ് സ്റ്റോമിൽ പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സഹായ സാഹചര്യങ്ങൾ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് നയിക്കുന്ന നമ്മുടെ ശൈലജ മാഡത്തെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ആയി നമ്മുടെ ഖജാൻജിയായ നമ്മുടെ ഗിരീഷ് സാറാണ്. ഗിരീഷ് സാറെ കഴിഞ്ഞ വർഷമാണ് പുതിയതായിട്ട് ചാർജ് എടുത്തത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് പല പല മാറ്റങ്ങളുണ്ടായി. നമ്മുടെ അംഗങ്ങളെല്ലാവരും മാറിയാണ് നമ്മുടെ പ്രോഗ്രാം ഇതിലേക്ക് വരുന്നത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല മുൻ സെക്രട്ടറി ആയിരുന്നു ഞാനിപ്പോൾ മാറിയിട്ടപ്പോൾ ശൈലജ മാഡം വന്നു. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഗോൾഡ് സ്റ്റോമിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവസരം, നിങ്ങളെല്ലാവരും ഇതില് കൂടിച്ചേർന്ന് ഇതിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളും പ്രാപ്തരാണ്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ഗിരീഷ് സാറിനെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതിച്ചു. നീലവിഹായസിൽ നീലവെളിച്ചത്തിൽ ജ്യോതിസ്വരൂപനാം ജഗദീശ്വരാ, ജ്യോതിസ്വരൂപനാം ജഗദീശ്വരാ. സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ശൈലജ മാഡത്തെ ഹാർദമായി സ്വാഗതം ചെയ്യും. വേദി കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായ സുനിൽ കേസ് 4 വർഷം മുമ്പ് ഗോൾഡൻ സ്റ്റോമിന്റെ ഞാൻ വായിച്ചു വരുന്നത്. കാരണം ഇത്രയും ആൾക്കാരുടെ ആ ഇത് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ട് പ്രിപ്പയർ ആയിട്ടില്ല. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കുക മാത്രം ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായ സുനിൽ കേസ് 4 വർഷം മുമ്പ് ഗോൾഡൻ സ്റ്റോമിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഇദ്ദേഹം മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും വ്യക്തവും ശക്തവുമായ നേതൃപാടവം കൊണ്ട് ഗോൾഡൻ സ്റ്റോമിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. സിനിമയിൽ എന്തെങ്കിലും ആകാൻ താല്പര്യം കാട്ടിയിരുന്ന ഒരുപാട് പരിചയക്കാരെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമ്മളോടൊപ്പം ചേർക്കാൻ അത്യുത്സാഹം കാട്ടിയിരുന്ന സുനിൽ കേസ് ഗോൾഡൻ സ്റ്റോമിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കാൻ എന്നും മുന്നിൽ നിന്നിരുന്നു. നിരവധി പ്രതിസന്ധികളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കടന്നു പോയപ്പോൾ എല്ലാം സോൾവ് ആക്കാൻ മുന്നിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം.
ഗോൾഡൻ സ്റ്റോൺ വന്നത് സിനിമ പിടിക്കാനാണ് എന്ന് നിർബന്ധ ബുദ്ധി കാട്ടിയ ഇദ്ദേഹം നമ്മുടെ മെമ്പർ ജിനീഷ് മുകുന്ദന്റെ സെലക്ട് ചെയ്ത സ്റ്റോറിക്ക് പ്രൊഡ്യൂസറെ കിട്ടാതെ വന്നപ്പോൾ അന്നത്തെ നമ്മുടെ മെമ്പറായ ഗിരീഷ് കെആറിനെയും ചേർത്ത് പ്രൊഡ്യൂസറാകാൻ തീരുമാനിച്ച് സംഹാരതാണ്ഡവം എന്നൊരു സിനിമ ഒരുക്കുകയും പറ്റാവുന്ന മെമ്പർമാർക്കൊക്കെ അവസരങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ ഈ ആനുവൽ മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ട്രഷറർ ഗിരീഷ് കെആർ. സാമ്പത്തിക കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി ശക്തമായ ഒരു കരം പിന്നിലുണ്ടാവുക എന്നത് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രാധാന്യ കാര്യം തന്നെയാണ്. കഴിഞ്ഞ 3 വർഷം ഗോൾഡൻ സ്റ്റോമിനെ മുന്നോട്ട് നയിച്ച ജീൻസ് മാത്യു ചില പ്രൊജക്ടുകളിൽ ഇൻവോൾവ് ആകേണ്ടതിലേക്കായി ട്രഷറർ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ തൽസ്ഥാനത്തേക്ക് യോഗ്യനായ ഒരാൾ ഇദ്ദേഹം തന്നെയാണെന്ന് എക്സിക്യൂട്ടീവ് വിലയിരുത്തി. ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസറും ബിസിനസ്സുകാരനും കൂടിയായ ഇദ്ദേഹം കിട്ടിയ സ്ഥാനത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുകയും ഗോൾഡൻ സ്റ്റോണിനെ മുന്നോട്ട് നയിക്കാൻ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തൊരു മഹത് വ്യക്തി നമ്മുടെ വൈസ് പ്രസിഡന്റായ കൃഷ്ണവർമ്മരാജയാണ്. ഗോൾഡൻ സ്റ്റോമിന്റെ തുടക്കം മുതൽ ഒരു കാരണവസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വ്യക്തമായ ദിശാബോധം ഗോൾഡൻ സ്റ്റോമിന് നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. സിനിമയിൽ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തെ ആയിരുന്നു നമ്മൾ കൂട്ടായി തിരഞ്ഞെടുത്ത ഷാഫിയുടെ സ്റ്റോറി ഡയറക്ഷൻ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ അദ്ദേഹം നമ്മളുമായി ഷെയർ ചെയ്യുന്നുണ്ടാകും. അദ്ദേഹത്തെയും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് MP എന്ന നമ്മുടെ അഷ്റഫ് തീരം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ഇടപെടുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല മേന്മ എന്താണെന്ന് വെച്ചാൽ ഏത് പ്രൊജക്റ്റ് കൊണ്ടുവന്നാലും പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു തുക വാഗ്ദാനം ചെയ്യാൻ സന്മനസ് കെട്ടുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ സൊസൈറ്റിയുടെ പ്രോജക്റ്റുകൾക്ക് താങ്ങാവാനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് സൊസൈറ്റിയെ മുമ്പോട്ട് നയിക്കാനും അദ്ദേഹത്തിന്റെ സാമീപ്യം ഒരു ഊർജമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നിരവധി ഫിലിമുകളിൽ അഭിനയം കാഴ്ചവെച്ച നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ബിജു കൊളത്തറ. ഗോൾഡൻ സ്റ്റോമിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശം നൽകുകയും തെറ്റി കണ്ടാൽ മുഖം നോക്കാതെ വിമർശിക്കുകയും ചെയ്യുന്ന ഗോൾഡൻ സ്റ്റോമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കുന്ന നമ്മുടെ ജോയിന്റ് സെക്രട്ടറി അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുൻ ട്രഷററും ഗോൾഡൻ സ്റ്റോമിന്റെ തലച്ചോറുമായ ജീൻസ് മാത്യുവിനെ അദ്ദേഹം ലെജൻഡറി ഡയറക്ടറായ ജോഷി സാറിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ആശയം നമുക്കായി ഷെയർ ചെയ്യുകയും അങ്ങനെ ഗോൾഡൻ സ്റ്റോം നിലവിൽ വരികയുമാണ് ചെയ്യുകയുണ്ടായത്. ഗോൾഡൻ സ്റ്റോമിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും ഉറക്കത്തിൽ പോലും ഉത്തരം നൽകാൻ കെൽപ്പുള്ള ശ്രീ ജീൻസ് മാത്യുവിനെ സ്നേഹപൂർവ്വം ഈ ലോകത്തിലേക്ക് സ്വാഗതം. അടുത്തതായി മുൻ സെക്രട്ടറിയായിരുന്ന സിയ വഹാബ്. ഏത് പ്രശ്നത്തെയും ചെറിയൊരു പുഞ്ചിരിയോടെ മാത്രം സ്വാഗതം ചെയ്ത് വളരെ ഈസിയായി ഇതിനെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഗോൾഡൻ സ്റ്റോമിന്റെ കപ്പിത്തൻ. ഗോൾഡൻ സ്റ്റോമിന്റെ ഏത് പ്രോഗ്രാമുകൾ വരുമ്പോഴും അറേഞ്ച്മെന്റിനായി ആദ്യം ഓർക്കുന്ന പേര് അദ്ദേഹത്തെയാണ്. ചില പേഴ്സണൽ ഇഷ്യൂ കാരണം അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ തൽസ്ഥാനത്തേക്ക് ഞാൻ നിയമിതയാണ്. മുന്നണിയിൽ അദ്ദേഹം അധികം വരാറില്ലെങ്കിലും പിന്നണിയിൽ നിന്നും എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന സിയ വഹാബിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജോയിന്റ് സെക്രട്ടറി എന്ന സെൻ ശശിധരനാണ്. വളരെ മിതവാദിയായ അദ്ദേഹം ഒരു തീരുമാനം പറയും മുമ്പ് അതിൻ്റെ 2 വശങ്ങളും സൂക്ഷ്മമായി ആലോചിച്ച് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ട്രഷറായി നിൽക്കാൻ വളരെയധികം യോഗ്യനായ ഒരാൾ, പക്ഷെ നിൽക്കില്ല കേട്ടോ. എന്നാലും ആര് ട്രഷറായി വന്നാലും ഒരു മടിയും കൂടാതെ അവർ വിളിച്ചിടത്തേക്ക് ചെന്ന് അവരെ സഹായിക്കാൻ കൂടെ ഇരിക്കാൻ സന്മനസ് കാണിക്കുന്ന വലിയൊരു മനസ്സുടമ. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ഭരണസമിതിയുടെ നാഡീഞരമ്പുകളായ 8 എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്.
ഭരണസമിതിയുടെ പ്രവർത്തന മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ആ സെക്ഷനിലെ നമ്മുടെ പ്രിയപ്പെട്ട 8 എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ളത് നമ്മുടെ നട്ടലും നാടി ഞരമ്പും മാത്രം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ? ബ്ലഡ് ഒഴുകണ്ടേ? ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയധികം പ്രാധാന്യമുണ്ട് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞങ്ങളുടെ എല്ലാമായ ഈ മെമ്പർമാർക്ക്, മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ യോഗത്തിലെത്തിയ പ്രിയപ്പെട്ടവരെ എല്ലാം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. താങ്ക് യു. കുറച്ച് പേരേ ഉള്ളൂ, എന്നാലും സന്തോഷം. അടുത്ത് ഇനി എല്ലാവരും വരും. അടുത്ത പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ഇനിയുണ്ടാവും. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയത്തെ ക്ഷമാപണത്തോടെ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ആരോ സ്വപ്നം കൊണ്ടൊരു കീണാശ്ശേരിയെ, എനിക്ക് ഓർമ്മയില്ല, ആരാന്ന് പറയാമോ ആരെങ്കിലും? സലീം കുമാറുണ്ട്. ആരൊരു ഡയലോഗുള്ള ലൈനസിൻ്റെ ആരോ സ്വപ്നം കണ്ടൊരു കീണാശ്ശേരി. ആരാ? ആർക്കെങ്കിലും അറിയാം? പറയാൻ പറ്റുമോ? ആര് സ്വപ്നം കണ്ട കീണാശ്ശേരിയാ? സാറേ ഇരിക്കുന്നുണ്ട് കുറെ ഗാന്ധിജി സ്വപ്നം കണ്ടൊരു കീണാശ്ശേരി. അപ്പോ അതുപോലെ നമ്മളെല്ലാവരും എന്ത് സ്വപ്നം കാണാറുണ്ടോ, അതായത് ഗോൾഡൻ സ്റ്റോം എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്ത് സ്വപ്നം കണ്ടിട്ടാണോ ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. അതാണ് എൻ്റെ വാക്കുകൾ. അത് എൻ്റെ ആഗ്രഹവും. നിങ്ങളെല്ലാം ഇനിയുള്ള 250 പേരും അതിനായിട്ട് മുന്നിട്ടിറങ്ങിയാലേ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അത് ഷുവറാണ്. അല്ലാതെ കുറച്ച് ഭരണസമിതിയോ അല്ല എക്സിക്യൂട്ടീവോ അങ്ങനെ ഉണ്ടായത് കൊണ്ട് ഒരു പ്രസ്ഥാനത്തും മുൻപോട്ട് പോകാൻ പറ്റില്ല, മുൻപോട്ട് പോകില്ല. അപ്പോൾ അതിന് എല്ലാവരും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. വലിയ പ്രസംഗമൊന്നും അറിയത്തില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അച്ചടക്കത്തോടെ ഒരു പ്രസംഗത്തിലേക്ക് എടുക്കാനുള്ള അറിവൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കാണിച്ചു കൂട്ടി എന്തൊക്കെ ആയിത്തീരുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പോകുന്നത്, നമ്മുടെ ഈ സംഘടന എന്ന് പറയുമ്പം നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ. അതിനകത്തിപ്പം ശൈലജമാണ് പറഞ്ഞത് 250 പേര് 1000 പേരൊക്കെ വന്ന സംഘടനയ്ക്ക് നല്ല ഇത്ര ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ ഇത്രയും പേരുള്ളൂ. അപ്പൊ ഇത്രയും പേരൊക്കെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാട് വിശ്വാസം അനുസരിച്ച് ഇപ്പൊ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ ആകേണ്ടതല്ല. കാര്യം ഞാൻ 2022 മുതൽ ഒരു പ്രസിഡന്റ് ആയി നിന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് 2-3 വർഷം ഓരോ പ്രൊജക്ടിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിനായിട്ട് നടന്ന ഞാനും സെക്രട്ടറി ഒക്കെ അങ്ങനെയാണ്. ഞാൻ പ്രസിഡന്റാണ്. മനസ്സിൽ സിനിമയുണ്ട്. എങ്ങനെയും ഒരു സിനിമാക്കാരനായി തീർന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ 2022 മുതൽ പ്രയത്നിച്ചാണ് ഇപ്പം ഒരു 2026 ആയപ്പോൾ തന്നെ എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാര്യം തന്നെ നമ്മുടെ ഗോൾഡൻ സ്റ്റോം ഉള്ളതുകൊണ്ടാണ്. കാര്യം അല്ലെ വെറുതെ ഡയറക്ടർമാരില്ലാഞ്ഞിട്ടല്ല. നമുക്ക് ഇതിനകത്ത് ഒരാള് നമുക്ക് വന്നു, ഒരു ചെറിയൊരു മെസ്സേജിൽ കൂടെ പറഞ്ഞു നമുക്കൊരു പടം പ്രൊഡ്യൂസ് അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനകത്തുള്ള ആൾക്കാരെ നമ്മളൊരു 3 പ്രാവശ്യം കുറച്ച് നേരത്തെ പ്രസംഗം നിന്നുമ്പോൾ കുഴപ്പമൊന്നുമില്ലോ അല്ലേ, ആർക്കും ബോറില്ലല്ലോ അല്ലേ. അപ്പൊ ഇങ്ങനെ വന്നാലേ കാര്യങ്ങൾ വരുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം ഓഡീഷന് നമ്മള് ചങ്ങനാശ്ശേരിയില് 3 പ്രാവശ്യത്തോളം നടത്തി. നമ്മുടെ മെമ്പേഴ്സ് വന്ന മെമ്പേഴ്സ്മാർക്ക് അത്രത്തോളം അവർ പോരാ. പിന്നെ ഞങ്ങള് വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് നടത്തി ഒരു 4 ദിവസം. അപ്പൊ അത്രത്തോളം നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല ഇവരിൽ നിന്ന്. അങ്ങനെ മാത്രമാണ് നമ്മള് പിന്നെ വേറെ നടന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ പൈസ കിട്ടണമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഈ പടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഈ സംഘടനയിൽ തന്നെ ഉള്ള ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എക്സിക്യൂട്ടീവ് അഭിനയിക്കാനുള്ള 10-25 ആൾക്കാർ നമുക്ക് ഈ സമാന നാടകത്തിലേക്ക് നമുക്ക് അത് കൂട്ടി ചേർത്ത് നമുക്ക് പടം തീർന്നിരിക്കുന്ന അവസരം. അപ്പം നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നഷ്ടബോധം എന്ന് പറയുന്ന സാധനം നമുക്കില്ല. കാര്യം നമുക്ക് എപ്പോഴും വിജയിക്കണമെന്നുള്ള മനസ്സിലൊരു ഇൻസ്പിറേഷൻ, ഒരു തീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് അത് എന്നിലുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ആയി
ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വന്ന ആളല്ല. ഇപ്പൊ എന്റെ ഒരു ലക്ഷ്യം, എന്റെ മനസ്സിലെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ സിനിമ കഴിഞ്ഞ ഉടനെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, ഞാനത് പറഞ്ഞപ്പോൾ പലരും എതിർത്തു, എന്നെ ചവിട്ടിത്താഴ്ത്തി, അത് പറഞ്ഞു ഇത് പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതെന്താന്ന് വെച്ചാൽ, എല്ലാവരും എന്നോട് വിഷമം പറഞ്ഞു, ഞാൻ ഈ പ്രോജക്ട് കുറെ ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ കയ്യിലല്ല, അതൊക്കെ ഡയറക്ടർ ചെയ്തത്. നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ പുള്ളി തീരുമാനിക്കുന്നത് ഏ സീനിൽ ആരും ചെയ്ത് അത് അങ്ങനെ. കാര്യം അവരുടെ ഇത് നോക്കുള്ളൂ, അതിന് പറ്റുന്ന ആരാണോ അവരതിനെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനും ദിനീഷുമായിട്ട് അയച്ചു, എന്തുകൊണ്ട് നമുക്ക് അടുത്ത പടം ഗോൾഡൻ സ്റ്റോമിന്റെ മെമ്പേഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്തണം. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറഞ്ഞാല്, എനിക്ക് തോന്നിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തി ചെയ്യാൻ. അപ്പൊ എന്നോട് എല്ലാവരും തർക്കിച്ചു, ഒടുക്കൽ നടക്കുന്ന സാധനം മെമ്പർമാരെ മുഴുവൻ സംഘടിപ്പിച്ച ഒരു സിനിമ ലോകം വെട്ടിത്തരുവാണ്. പക്ഷെ ഞാൻ പറയടാ, ഞാൻ പറഞ്ഞേക്കറേ, ഓരോരുത്തർക്ക് അതിനകത്ത് അഭിനയിക്കാൻ ഒരു മുഖങ്ങളുടെ സിനിമയുണ്ട്. ഉദാഹരണം പറയാം, ഈ ഇരിക്കുന്ന നമ്മുടെ നായർ സാറിന് ഉണ്ട്, ഈ ഇരിക്കുന്ന അദ്ദേഹത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ഓരോരോ മുഖങ്ങളാണ്. ആ മുഖത്ത് അവർക്ക് പറ്റി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സിനിമ. അത് ഒരു ലൊക്കേഷനിലല്ല. ഞാൻ ഇപ്പം പറയാം, എൻ്റെ ഒരു ആശയം ഞാൻ പറയാം. നമ്മുടെ മുഖ്യമന്ത്രി അനുമോദിക്കാനായിട്ട് കാസർഗോഡ് നിന്ന് മുഖ്യമന്ത്രി ഏർപ്പാടാക്കി ഒരു ബസ് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നു. അപ്പം അങ്ങനെ കാസർഗോഡ് നിന്ന് ബസ് പുറപ്പെടുമ്പോൾ കാസർഗോഡിലെ സ്ലാങ് ഉള്ള കുറച്ച് ആൾക്കാർ ആ ബസ്സിൽ കയറുന്നു, കുറച്ച് ആൾക്കാര് കോഴിക്കോട്, കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നു. ആ ബസ്സിനകത്ത് ഒരു പ്രേമം നടക്കുന്നു, കൊച്ചു സംഭവങ്ങൾ ആ ബസ്സിൽ നടക്കുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കാസർഗോഡ് പോയിട്ട് ഇതെല്ലാം കണ്ട് നമ്മുടെ മെമ്പേഴ്സ്മാരെ, അങ്ങനെ ഇടയ്ക്ക് ഭാര്യമാരെ ഈ ബസ്സിൽ കയറി ഭർത്താക്കന്മാരിരുന്ന് വെള്ളം അടിച്ച് ആ ഗുണമാരെല്ലാം പോട്ടെ, എന്നാൽ ശരി നമുക്ക് ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഡ്രൈവർ ഒരു തടിയനാക്കാം, ഭയങ്കര കോമഡി ആക്കുക ഇതിനകത്ത്. അങ്ങനെ ബസ് പല ഇടയ്ക്ക് ബസ് മിസ്സാകുന്നു, ഇടയ്ക്ക് ചാനലുകാർ വിളിച്ച ബസ്സിൽ രാത്രി കടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാർ ആക്കിയിട്ട് ഫുൾ ഒരു കോമഡി സെറ്റപ്പിൽ ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് ക്ലൈമാക്സ് തിരുവനന്തപുരത്തോ അങ്ങനെ ഓരോ ജില്ലകളിൽ. അപ്പം തൃശ്ശൂർ വരുമ്പോൾ അവിടെ സ്വർണത്തിന്റെ ഇതാണല്ലോ. അപ്പൊ അവിടുന്ന് മുഖ്യമന്ത്രിക്ക് ഒരു സ്വർണം കൊടുക്കാനായിട്ട് അത് കാണാൻ വന്നു. അപ്പൊ അവിടെ അടാ തെക്കന്മാർ കള്ളന്മാർ അവരോട്ടടിക്കും. അങ്ങനെ ഫുൾ ഒരു കോമഡി സെറ്റപ്പിൽ ഒരു പടം സെറ്റാക്കി അതിനകത്ത് നമ്മുടെ പൈസക്കാർക്ക് വരും. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു രസമോ, ആർക്കും ഓരോ ജില്ല തോറും ആൾക്കാർ വന്ന് പടം വരുവാന്ന് പറഞ്ഞാൽ ഫുൾ പബ്ലിസിറ്റി, കേരളം ഒട്ടാകെ പബ്ലിസിറ്റി ഇങ്ങനെ ഒരു പടം. അപ്പൊ ഇങ്ങനെ സിനിമ ചെയ്യാം. ഇപ്പൊ വാഴ കണ്ടില്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചു യൂട്യൂബേഴ്സ് അഭിനയിച്ച പടം വാഴ, അതൊക്കെ ഒരു ഡയറക്ടറിന്റെ ഇമാജിനേഷൻ, അവന്റെ കാഴ്ചപ്പാടിലായിരിക്കണം. ഇങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് 2027 ഒരു മാറ്റം സംഭവിക്കും. ഉറപ്പായിട്ട് 2028 ആകുമ്പോഴത്തേനും നമ്മുടെ സംഘടന 2 പടം ഒരു വർഷത്തിൽ ചെയ്ത ഒരു വലിയ സംഘടനയായിട്ട് മാറണം എന്നാണ് എൻ്റെ പ്രാർത്ഥനയും വിശ്വാസം. അതൊക്കെ നടക്കുമെന്ന് തന്നെ എൻ്റെ ഹൃദയം അതുപോലെ അത് പറയുന്നുണ്ട്. അത് നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കണം. ഈ വരുന്ന 50 പേരായിരിക്കണം നമുക്ക് മെയിനായിട്ട് ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. കാര്യം ഇപ്പൊ 250 പേര് അവർക്ക് യോഗം ഇല്ലെന്ന് കരുതിയാൽ മതി. ഞാൻ അത്ര എഴുതും, അവർക്ക് യോഗമില്ല. യോഗം ഉള്ളവരാണെങ്കിൽ ദൈവം കണക്കൂട്ടി വെച്ചോന്നൊക്കെ അതിനകത്ത് വന്ന് വീഴും. എല്ലാത്തവരൊക്കെ തെറിച്ച് പോകത്തേ ഉള്ളൂ. അതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ആയിട്ടൊരു പരിചയമായി. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടൻ അറിയത്തില്ല. അയ്യോ അറിയത്തില്ലല്ലോ. അതേ ഞാൻ അവിടെ പൂജയ്ക്ക് വന്നിട്ട് എന്നോട് സംസാരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ കാസർഗോഡ് വന്ന അതേ എനിക്ക് കൈയൊക്കെ തന്ന് സംസാരിച്ചു. സത്യമായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാര്യം ഞാനൊപ്പം ആ സമയത്ത് കിളിപോയി നിൽക്കുക. കിളിപോയി അപ്പൊ വർത്തമാനം ഞാൻ ഓർക്കുന്നത്. അതാണ് സംഭവം. നമ്മൾ ആരെ അനുമതിയും ചില സമയത്ത് ചിലർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കും. അവരുടെ ഒരു അപ്പസിപ്പാണ് ഞാൻ മറക്കത്തില്ല. എവിടെയെങ്കിലും നമുക്ക് പറ്റുന്നതാണ് നമുക്ക് ചെയ്യും. അന്നാണെങ്കിൽ നമുക്കൊന്നും അറിയത്തുമില്ല. സിനിമയെ പറ്റി ABCD അറിയാൻ മേലാതാണ് നമ്മൾ പ്രൊഡ്യൂസറായിട്ട് അറിയത്. കാര്യം ഇദ്ദേഹം ഞാൻ ചുമ്മാ
ഇത് ഒന്നും ചോദിക്കാതെ ഇതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാ. അല്ലെങ്കിൽ ഒരു സിനിമ തോന്നി ഒന്നും അറിയാൻ മേലാത്ത എന്തെങ്കിലും ലക്ഷങ്ങൾ കൊണ്ട് ആൾക്കാർ തരണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാണ്ട് ഒന്നും നടക്കത്തില്ല. ഇതേ കൊണ്ട് പൈസ തന്നു, പിന്നെ ലക്ഷങ്ങൾ തരുന്ന ആൾക്കാരുണ്ടായിരുന്നു, എന്നെ വിശ്വസിച്ചു. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഓരോ സംഭവം നടന്നത് ദൈവത്തിന്റെ മുന്നിൽ പ്രവൃത്തി അതിന്റെ മുന്നിലുണ്ട്. അപ്പൊ അത് അങ്ങ് നടക്കും. അപ്പൊ അതിൽ നിങ്ങളിലും അങ്ങനെ ഉണ്ട്. ആ സമയത്ത് അത് നിങ്ങൾ വന്നു ചേരുന്നു. അത് നമ്മൾ ആ ഒരു വിശ്വാസത്തോടുകൂടി ഇരുന്നാൽ മതി. അങ്ങനെയാണ് നമ്മുടെ ഈ പടം ഉണ്ടായത്. എല്ലാവരും മാഡം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അസോസിയേറ്റഡ് പുറകിരിക്കുന്നത്. ഇത് പറയുന്നതാണ് നമ്മുടെ സന്തോഷം പറയുന്നത്. ആ രീതിയിലൊക്കെ എന്താ പറയുന്നത് പറയാൻ 4 മണിക്ക് ഉറങ്ങിട്ട് 6 മണിക്ക് എണ്ണിട്ടിട്ടും ജോലിക്ക് പോകും. എല്ലാം കൃത്യമായിട്ട് എനിക്കൊന്നും അറിയണ്ട. എല്ലാ വാട്സപ്പിൽ കണക്കുകളെല്ലാം സ്ലിപ്പ് അനുസരിച്ച് കറക്റ്റ് വന്നോളൂ. ഒരു സാധനം പോലും മിസ്സാകാതെ അതൊക്കെ നമുക്ക് എങ്ങനെ പലരും ഇവന് അറിയത്തില്ല. ഇവരെ ഞാൻ കൂടെ നിന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവനൊക്കെ ഇത്ര ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് ഗോൾഡൻ സ്റ്റോമിൽ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ അപ്പു എനിക്കറിയത്തില്ല. ഈ നമ്മുടെ ജോലി സർക്കാർ ജോലി എടുത്തിട്ട് നമ്മുടെ കൂടെ വന്നു. ആർട്ടിസ്റ്റിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എടുക്കാൻ സെറ്റ് കൂടെ അടുത്ത വണ്ടി ഓടിപ്പോയി. അതൊക്കെ വളരെ ഓടിക്കിടന്നു. ഇതൊക്കെ ഗോൾഡൻ സ്റ്റോമിലെ ആൾക്കാർ. അതുപോലെ റിസാദ് അതൊക്കെ അവിടെ വന്നിട്ട് അഭിനയിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇത് ഉണ്ടെന്ന് മനസ്സിലായത്. അതൊക്കെ നമ്മുടെ ഫുൾ നല്ല സപ്പോർട്ട്. പലരും ഇതിനകത്തിരിക്കുന്ന അങ്ങനെ ഞങ്ങൾ അത് നിൽക്കുന്ന അടുത്തത് സുൽത്താൻ ബത്തേരി വന്ന് നന്നായിട്ട് ഒരു സീനിലൊക്കെ അഭിനയിച്ച് ഭവീഷ് സുൽത്താൻ ബത്തേരി വന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു നടനാണ്. നല്ല സീനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗോൾഡൻ സ്റ്റോമിൽ പിന്നെ പലരും വന്നില്ല. വന്നവർക്കൊക്കെ നമ്മൾ താലിക്ക് നല്ല ഡയലോഗ് കൊടുത്തു. തീർത്തേഷ് ഉണ്ടായിരുന്നു, പാട്ട് സീനിലൊക്കെ ഉണ്ട്. അപ്പൊ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇനിയും കൊടുക്കും, ആരും മാറ്റി നിർത്തത്തില്ല. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരു പിന്നെ വിഷമോടെ അത് കൊടുക്കാൻ പറ്റിയില്ല. അത് എൻ്റെ ഭയങ്കര സുഹൃത്താണ്. പക്ഷെ അതേ മറന്നു, ഞാൻ സാധിച്ചില്ല. അതെന്തോ പറ്റിപ്പോകും. എല്ലാവർക്കും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിപ്പോകും. പക്ഷെ അടുത്തതിൽ നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇനിയും നമുക്ക് പഠനങ്ങൾ വരാം. അപ്പൊ എല്ലാവരും കൂട്ടത്തിൽ നിൽക്കുക. നമുക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഗോൾഡൻ സ്റ്റോമിൽ നിന്ന് ഉണ്ടാകും. പ്രതീക്ഷ ചെയ്യുക. പിന്നെ ദൈവത്തെ നമ്മൾ എന്നും പോസിറ്റീവായിട്ട് എന്നാൽ മതി. ഗ്രൂപ്പിലൊക്കെ വരുന്ന സംഭവത്തിന് ഒന്ന് കൈ കൊടുത്ത് മറുപടി പറയാതിരിക്കുക. പറഞ്ഞവരങ്ങോട്ട് പറഞ്ഞവർക്ക് നമ്മളെ അതല്ലെന്ന് ഓർത്താൽ മതി. നമുക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചു ഈ ഗോൾഡൻ സ്റ്റോമിനെ വളർത്താമെന്ന് ഞാൻ ഇങ്ങനെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തായി നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ സെക്രട്ടറി ശൈലജ മാഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ വളരെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ആൾ കുറഞ്ഞ എന്നുള്ള ഒരു വൈബ് നമുക്ക് വേണ്ട. കാരണം ഓൾറെഡി നമ്മൾക്ക് 50 പേരോ നമ്മൾ ആദ്യമ പ്രോഗ്രാമിൽ നമ്മൾ കണക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ഇത്ര വലിയ ഹാൾ ഫെസിലിറ്റി നമ്മളുടെ ഹോട്ടൽ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ഹാളിൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം കണക്ട് ചെയ്തത്. കാരണം നമുക്ക് ചെറിയൊരു ഹാൾ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പാരസ്വായിട്ട് നമ്മൾ ഭയങ്കര അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് ഗോൾഡൻ സ്റ്റോമിന്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അവരോടുള്ള ഒരു കണക്ഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വലിയ ഹാളിൽ ചെറിയ പ്രോഗ്രാമിൽ നടത്തിയത്. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ പ്രോഗ്രാം വലിയ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരും നിങ്ങൾ അഭിമാനം കൊള്ളുക. കാരണം ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ബന്ധങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, സിനിമ പോലുള്ള ആഗ്രഹങ്ങൾ മുമ്പോട്ട് പോകാൻ നമുക്ക് പരസ്പരം പരിചയപ്പെടണം. കാരണം വീട്ടിലിരുന്ന് എല്ലാ സ്വപ്നവും കണ്ടുകൊണ്ടിരുന്ന ജീവിതത്തിലൊന്നും നടക്കില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വന്നാൽ മാത്രം നമുക്ക് ആൾക്കാരോട് ബന്ധപ്പെടാനും നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ഗോൾഡൻ സ്റ്റോം. കാരണം നമ്മുടെ ഗോൾഡൻ സ്റ്റോമിൽ തന്നെ പല ആളുകളും ഈ ബന്ധങ്ങൾ വെച്ച് പല സിനിമകൾ അഭിനയിക്കാനുള്ള ചാൻസുകളും പലതും കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ശൈലജ മേഡത്തെ ഹർദമായി സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് വായിക്കാൻ 2025-26 ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ് സൊസൈറ്റിയുടെ വാർഷിക റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ് എന്ന ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം 5ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.
അതിനുമുമ്പ് ഗോൾഡൻ സ്റ്റോൺ കുടുംബത്തിൽ നിന്നും നമ്മളെ വിട്ടുപോയ വിനോദ് പുൽപ്പള്ളിയുടെ മകൻ അഭിജിത്തിൻ്റെയും സനീഷ് ഇല്ലിക്കലിൻ്റെ അച്ഛൻ കുര്യൻ ഇല്ലിക്കലിൻ്റെയും വേർപാടിൽ ആദരസൂചകമായി ആ ആത്മാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് ഇന്ന് മൗനമായി പ്രാർത്ഥിക്കും. ിൽ നടന്ന 3-ാം വാർഷിക പൊതുയോഗത്തിൽ അതുവരെ കമ്മിറ്റിയിലുണ്ടായിരുന്ന രാജൻ സാമുവൽ, സിജു തോമസ്, രാജീവ് കുമാർ എന്നിവർ സ്ഥാനം ഒഴിയുകയും പകരം പുതിയതായി ചിലരെ ചേർത്തും എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിപുലീകരിക്കുകയുണ്ടായി. നിങ്ങളുടെ അറിവിലേക്കായി ഞാനിവിടെ പരിചയപ്പെടുത്താറ്. ഭരണസമിതി അംഗങ്ങളായി സുനിൽ KS പ്രസിഡന്റ്, സിയ വഹാബ് സെക്രട്ടറി, കൃഷ്ണവർമ്മരാജ, കാളിയാരം ശൈലജ വൈസ് പ്രസിഡന്റ്, ജിൻസ് മാത്യു, ബിജു AV ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ ഗിരീഷ് KR. എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ സെൻ ശശിധരൻ, അഡ്വക്കേറ്റ് സുഭാഷ് കൃഷ്ണ, അഷ്റഫ് തീരം, അൻസാരി ചങ്ങനാശ്ശേരി, ഗിരീഷ് കൂളിയാട്, ഷിബു വാളൂർ, ഋഷികേശൻ, ഫൈസൽ ഏർവ. കഴിഞ്ഞ ആനുവൽ മീറ്റിൽ നമ്മുടെ നിയമാവലി ഭേദഗതി ചെയ്യുകയുണ്ടായി. ഇവിടെ വായനയ്ക്ക് വെച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അന്നേ ദിവസം തന്നെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അതിൽ സുഭാഷ് കൃഷ്ണയെ സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസറായി തെരഞ്ഞെടുത്തിരുന്നു. 3 മാസത്തിൽ ഒരിക്കൽ നേരിട്ടും മാസത്തിൽ ഒരു ഗൂഗിൾ മീറ്റും നടത്തണമെന്നും ഗ്രൂപ്പിൽ അനാവശ്യ ചർച്ചകൾ നടത്തുന്നവർക്ക് ആദ്യം ഒരു വാണിംഗും വീണ്ടും തുടർന്നാൽ ഗ്രൂപ്പിൽ നിന്നും 1 മാസം സസ്പെൻഡ് ചെയ്യുന്നതും വീണ്ടും തുടർന്നാൽ സംഘടനയിൽ നിന്നും നീക്കം ചെയ്യുന്നതായിരിക്കുമെന്നും അന്ന് തീരുമാനമെടുത്തിരുന്നു. 3-ാം ആനുവൽ മീറ്റിന് ശേഷം മെമ്പർഷിപ്പ് എടുക്കാൻ അപേക്ഷ തരികയും സിനിമയിൽ ചാൻസ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ തട്ടിപ്പുകാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശ്രീ വിജയനാഥ് ജിയുടെ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്യുകയും മെമ്പർഷിപ്പ് തുക തിരികെ നൽകുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഓഫ്ലൈൻ മീറ്റിംഗുകളിൽ 3 പ്രാവശ്യം പങ്കെടുക്കാത്തവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. 2/11/2025 നടന്ന യോഗത്തിൽ വെച്ച് സെക്രട്ടറി സിയ തുടരാൻ അസൗകര്യം അറിയിച്ചതിനാൽ ശൈലജയെ സെക്രട്ടറിയെ തീരുമാനിക്കുകയും ശൈലജ വഹിച്ചിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഷ്റഫ് MBയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഗ്രൂപ്പിൽ നടക്കുന്ന ഷോർട്ട് ഫിലിം ചർച്ച സെക്രട്ടറി ശൈലജ ഇടപെട്ട് സിനിമയിലേക്ക് വഴിതിരിച്ചു വിടുകയും ഗോൾഡൻ സ്റ്റോൺ എന്റർടൈൻമെന്റിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന കുറച്ച് മെമ്പേഴ്സിന്റെ ദിവസങ്ങളായുള്ള പ്രയത്നങ്ങൾക്കിടയിൽ സമാന ചിന്താഗതിയുള്ള ഒരുപാട് മെമ്പേഴ്സ് ആദ്യ പ്രൊജക്ടിന് വേണ്ടി ഫണ്ടിടാൻ സന്മനസ് കാണിക്കുകയും അങ്ങനെ 10 ലക്ഷത്തോളം രൂപ വാക്കാൽ സമാഹരിക്കാനും സാധിച്ചത് ഒത്തുപിടിച്ചാൽ വളരെ ഈസിയായി നമുക്കൊരു സിനിമ പിടിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ശേഷം മെമ്പേഴ്സിൽ നിന്ന് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുകയും അങ്ങനെ ലഭിച്ച 21 സിനോസിസിൽ നിന്നും 10 എണ്ണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയുണ്ടായി. കഥാകൃത്തിന്റെ പേരും ടൈറ്റിലും ക്രമത്തിലെത്താണ്. അഡ്വക്കേറ്റ് സുഭാഷ് കൃഷ്ണ ചോയ്ലറ്റ്, സെൻ ശശിധരൻ സോറിസൈഡ്, സനീഷ് ഇല്ലിക്കൽ ബ്ലാക്ക്മാൻ, സുനിൽ നായർ ടൈറ്റിൽ എഴുതിയിട്ടില്ല, അനീന ബിജു അനോസ്മിയ, ഷാജീന്ദ്രൻ മെയ്യാട്ടം, അംബികേശൻ അടിയോത്സവം, സിയ വഹാബ് ടൈറ്റിലായിരുന്നു, ഷാഫി മലപ്പുറം മണിയറക്കള്ളൻ, സൈലു ചാപ്പി ഓർമ്മയിലെ കോട്. കഥാ സെലക്ഷന്റെ 2ാം ഘട്ടത്തിൽ മറ്റൊരു ജഡ്ജിംഗ് പാനൽ ഈ 10 കഥകളിൽ നിന്നും ഷാഫി മലപ്പുറത്തിന്റെ മണിയറക്കള്ളനും അനീന ബിജുവിന്റെ അനോസ്മിയായി തെരഞ്ഞെടുക്കുകയും ഇതിൽ മണിയറക്കള്ളൻ മെമ്പേഴ്സിൽ കൂടുതൽ പേർക്ക് അവസരങ്ങൾ നൽകിയും ചെലവ് ചുരുക്കുകയും ചെയ്യാമെന്നതിന്റെ പേരിൽ ഫസ്റ്റ് പ്രൊജക്റ്റിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. മണിയറക്കള്ളൻ ഡയറക്ഷൻ ചെയ്യാനായി വൈസ് പ്രസിഡന്റ് കൃഷ്ണവർമ്മരാജൻ തയ്യാറാകുകയും ഷാഫിയുമായി സ്ക്രിപ്റ്റ് ചർച്ച ചെയ്ത് എഗ്രിമെന്റ് വഹിപ്പിക്കാനും കാസ്റ്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും തീരുമാനമെടുത്തു. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ അല്പം മന്ദഗതിയിലായെങ്കിലും 1 മാസത്തിന് ശേഷം ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി കാണുകയും സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുകയും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് നമ്മുടെ ഡയറക്ടർ കൂടിയായ കൃഷ്ണവർമ്മരാജ ആവശ്യപ്പെടുകയും
സ്റ്റോറി മാത്രം ഷാഫിയുടെ പേരിലും സ്ക്രിപ്റ്റ് വേറെ ആളെ കൊണ്ട് എഴുതിപ്പിക്കും എന്നും പറയുണ്ടായി. കൂടാതെ ആ സ്ക്രിപ്റ്റിന് തൻ്റെ മനസ്സിലുള്ള രൂപം ഷാഫിയോട് പറഞ്ഞപ്പോൾ ഇതിൽ എൻ്റെ കഥയുമായി യാതൊരു സാമ്യവുമില്ല, സാറ് ചെയ്തോളൂ എന്ന് ഷാഫി പറയുകയും ചർച്ച അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് എക്സിക്യൂട്ടീവ് മീറ്റിൽ സംസാരിച്ചപ്പോൾ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ആ സ്ക്രിപ്റ്റ് അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ എന്നും ഞാൻ വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ വെച്ച് എന്റേതായ രീതിയിൽ ഷാഫിയുടെ കഥയിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് മറ്റൊന്ന് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് എന്നും ആയതിൽ മെമ്പേഴ്സിന് അഭിനയിക്കാനുള്ള അവസരങ്ങളും നൽകും എന്നും പറയുകയുണ്ടായി. ഇനിയും ഒരു പ്രൊജക്റ്റ് ചർച്ച ചെയ്ത് പ്രാബല്യത്തിൽ വരുത്താൻ കാലതാമസം വരും എന്നതിനാൽ 4ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താനും മെമ്പേഴ്സിനോടും പുറത്തു നിന്നും ഷോർട്ട് ഫിലിമുകൾ ക്ഷണിക്കാനും ചർച്ച നടത്തുകയും ആയതിനുള്ള സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉത്സാഹിക്കാനും തീരുമാനിച്ചു. ഷോർട്ട് ഫിലിമുകൾ വിലയിരുത്തുന്നതിനായി ജൂറികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അവരുടെ തീരുമാനങ്ങൾക്ക് കാലതാമസം വരുമെന്നതിനാൽ ആനുവൽ മീറ്റിന് പ്രാധാന്യം നൽകാം എന്ന് ഭൂരിപക്ഷ അഭിപ്രായം വരികയും ആനുവൽ മീറ്റ് ലളിതമായി നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗ്രൂപ്പിൽ ചില മെമ്പേഴ്സ് ഫണ്ട് വിരിച്ച് ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ ചെയ്യാമെന്ന് ചർച്ച നടത്തുകയും ഗ്രൂപ്പിനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് കരുതി ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ആ ചർച്ചയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയതിന്റെ ഉദ്ദേശ ലക്ഷ്യം ട്രഷറർ കൂടിയായ ഗിരീഷ് ഇങ്ങനെ വിശദീകരിക്കുകയുണ്ടായി. OTTക്കാർക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ഫണ്ട് കിട്ടുമെന്നും ഒരുപാട് പേർ ക്യാമറ ഫ്രീ ആയി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഒരു പ്രൊജക്റ്റിന് 30,000 രൂപയിൽ കൂടാൻ പാടില്ലെന്നും അങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആയതിനെ കമ്മിറ്റി അനുകൂലിക്കുകയും 2-3 ദിവസത്തിനുള്ളിൽ തീർക്കാവുന്ന മറ്റൊരു വെബ് സീരീസ് ചെയ്യാൻ ഒരു ചർച്ച ഉണ്ടാകുകയും ആയതിനു വേണ്ട സ്റ്റോറി മെമ്പേഴ്സിൽ നിന്നും കളക്ട് ചെയ്യാനും അത് സിയ വഹാബിന്റെ വാട്സാപ്പിൽ അയക്കാൻ അംഗങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ചിലർ 6 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് ഓരോരുത്തരായി ചെയ്യാൻ പ്ലാനിടുകയും ആയതിന്റെ ഫണ്ട് കൃഷ്ണവർമ്മ രാജ, അഷ്റഫ് തീരം എന്നിവർ മുമ്പ് പറഞ്ഞിരുന്ന 5 ലക്ഷം രൂപ വെച്ച് ചെയ്യാമെന്ന് സംസാരിക്കുകയും തുക തിരികെ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുടക്കൂ എന്നും അവർ പറയുന്നത്. ആയതിനാൽ എല്ലാ കാര്യങ്ങളും ഇനി ആനുവൽ മീറ്റിൽ ചർച്ച ചെയ്യുവാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എണ്ണം 15 പേരിൽ നിന്നും ആക്റ്റീവായി നിൽക്കുന്ന 10 പേര് മാത്രം മതിയെന്നും തീരുമാനമെടുത്തു. കൂടാതെ ജിൻസ് പള്ളിപ്പറമ്പിൽ, സിയ വഹാബ്, ശശിധരൻ എന്നിവരെ ഉപദേശ സമിതിയിലേക്ക് മാറ്റാനും തീരുമാനമായി. ഗോൾഡൻ സ്റ്റോൺ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ജിനീഷ് മുകുന്ദൻ ആദ്യമായി സംവിധാനം ചെയ്ത സുനിൽ നായർ, ഗിരീഷ് KR എന്നിവരുടെ നിർമ്മാണത്തിൽ പിറവികൊള്ളുന്ന സംഹാര താണ്ഡവം എന്ന മൂവിക്ക് ആവശ്യമായ പ്രമോഷൻ നൽകണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. ഗോൾഡൻ സ്റ്റോൺ ഒരു സൊസൈറ്റി ആയതുകൊണ്ടും സൊസൈറ്റിക്ക് ഫിലിം ചേംബറിൽ ബാനർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടുമാണ് ഗോൾഡൻ സ്റ്റോമിന് സ്വന്തമായി ഒരു ബാനർ വേണം എന്ന് തീരുമാനിക്കുകയും ഗോൾഡൻ സ്റ്റോമിന്റെ ആദ്യകാല 10 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് ഭരണം നടക്കുന്നത് എന്നതുകൊണ്ടും എല്ലാവർക്കും തുല്യ പ്രാധാന്യം വേണം എന്ന് ചർച്ചയിൽ തീരുമാനം വരികയും 10 എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും യാതൊരു പ്രതിഫലവും ഇല്ലാത്ത ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കി എല്ലാ വരുമാനവും ഗോൾഡൻ സ്റ്റോമിനെ കിട്ടും പോലെ ദി ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ് എന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലോ. ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയാൽ ഗോൾഡൻ സ്റ്റോമിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്ന് കണ്ടതിനാൽ ക്ലോസ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ആയതിനുള്ള 52,000 രൂപ അന്നത്തെ ട്രഷറർ ജിൻസ് മാത്യു കമ്പനി രജിസ്റ്റർ ചെയ്തു തന്ന അതേ കമ്പനിയിൽ അടയ്ക്കുകയും ക്ലോസിംഗ് പ്രോസസ് പൂർത്തിയാകും മുമ്പേ ആ കമ്പനിയുടെ MD മരണമടയുകയും കമ്പനിയുടെ ബാധ്യത കൂടും എന്നതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കേണ്ടി വരികയും ചെയ്തു. ആയതിനായി വേണ്ട തുക 6,250 വെച്ച് രാജീവ് കുമാർ ഒഴികെയുള്ള 9 മെമ്പർമാർ പിരിവിട്ടെടുത്ത 56,250 രൂപ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ
മാനേജിംഗ് ഡയറക്ടറായിരുന്ന കൃഷ്ണവർമ്മ രാജയെ ഏൽപ്പിക്കുകയും ആയത് ലെഗസി പാർട്ട്നേഴ്സ് എന്ന കമ്പനിക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ വന്ന എക്സ്ട്രാ പേയ്മെന്റായി ഒരാൾ 1670 വെച്ച് കൂടി കൊടുത്താണ് ദി ഗോൾഡൻ സ്റ്റോൺ കമ്പനി ഇപ്പോൾ സ്ട്രൈക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി ന്യൂസ് പേപ്പറിൽ കൊടുത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ക്ലോസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കൂ. ദി ഗോൾഡൻ സ്റ്റോൺ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്തത് കൊണ്ട് ഫിലിം ചേംബർ രജിസ്റ്റർ ചെയ്ത നമ്മുടെ ബാനർ കൂടി നഷ്ടപ്പെടും. അത് ചേംബറിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് അറിഞ്ഞു. ബാനറിന്റെ സൈനിങ് അതോറിറ്റിയായ കൃഷ്ണവർമ്മ രാജയുടെ പേരിലേക്ക് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ എന്ന പേരിൽ നൽകാമോ എന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അങ്ങനെ അവർ സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ ബാനർ നിലനിർത്താൻ പറ്റും. അതോടൊപ്പം ദി ഗോൾഡൻ സ്റ്റോൺ ക്ലോസ് ചെയ്യാൻ റണ്ടൽ സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നമ്മൾ നൽകിയ 52,000 രൂപ, കൂടാതെ ലെഗസി പാർട്ട്നേഴ്സ് കമ്പനിക്ക് നമ്മൾ മുടക്കിയ 72,900 കൂടി ചേർത്ത് അതിന്റെ കൂടെ കേസ് നടത്താൻ വരുന്ന തുക കൂടി ചേർത്തുള്ള നഷ്ടപരിഹാരത്തിനായി റണ്ടൽ സൊല്യൂഷൻസ് എന്ന കമ്പനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഗോൾഡൻ സ്റ്റോൺ എന്റർടൈൻമെന്റ്സ് എന്ന നമ്മുടെ സൊസൈറ്റി അതിന്റെ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മെമ്പേഴ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇതിനെ വളർത്താൻ കഴിവും മനസ്സുമുള്ള ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പിറവി ഉണ്ടാകട്ടെ എന്നും അവരുടെ അഭിനയ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളും അവർക്ക് വേണ്ടി സിനിമകളും ഷോർട്ട് ഫിലിമുകളും വെബ് സീരീസുകളും ഒക്കെ ഒരുക്കാനും അതുവഴി സൊസൈറ്റിക്ക് വളരുവാനും നമ്മുടെ സൊസൈറ്റിയുടെ പെരുമ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനും വേണ്ട നിർദ്ദേശങ്ങളും തുടർ നടപടികളും ഈ വാർഷിക പൊതുയോഗത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഓരോരുത്തർ എന്തെങ്കിലും ചോദിക്കാനുള്ളവർ എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് കൊണ്ട് തരാം. അതിലൂടെ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളും അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നമസ്കാരം. ഇപ്പോൾ നിലവിൽ എത്ര രൂപ നമ്മൾ പിരിഞ്ഞത് കയ്യിലുണ്ട്, എത്ര രൂപ ചിലവായി, ബാക്കി എത്ര മിച്ചമുണ്ടെന്ന് അറിയാം. അത് കണക്ക് അവതരിപ്പിക്കുമ്പം ആ ചർച്ച ചെയ്യാം. കണക്ക് വായിച്ച് ട്രഷറർ വായിച്ച് കഴിഞ്ഞു അതിനുള്ള ചർച്ച നമ്മൾ എക്സ്ട്രാ വെക്കും. ഇപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാം. നിലവിൽ നമ്മുടെ സിനിമയെ കുറിച്ച് പറഞ്ഞത്, സിനിമ ഇപ്പോൾ ആരാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? അയച്ചു, പക്ഷെ ആ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഈ സബ്ജക്റ്റും നിങ്ങൾ പറഞ്ഞ നമ്മൾ ആരും ബന്ധമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയം നിങ്ങൾ എടുത്തോ, എനിക്ക് ആരും വിരോധമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തിയിട്ട് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് വേണ്ടിയിട്ട് അന്വേഷണം നടത്തിയതിൽ കുറച്ച് പേര് തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, അയാളുടെ സബ്ജക്റ്റ് അല്ല, വേറെ എടുക്കുന്നു. അതെ, വേറെ സബ്ജക്റ്റ് എടുക്കും. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ റിപ്പോർട്ട് വായിച്ച എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ക്ലാരിഫിക്കേഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഗോൾഡൻ സ്റ്റോൺ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഡൗട്ടാണ്. അത് ഈ ബാനർ ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഗോൾഡൻ സ്റ്റോണിൻ്റെ സൊസൈറ്റിയുടെ കീഴിൽ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വെച്ചുകൊണ്ടിരുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇനിയിപ്പോൾ നടക്കുമെന്നറിയില്ല. കാരണം നാളെ നമ്മൾ കമ്പനി
ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഗോൾഡൻ സ്റ്റാർ എന്ന ബാനർ നിലനിൽക്കുമെങ്കിൽ ആ ബാനർ മറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഒരു റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ അത് നൽകിക്കൊണ്ട് ആ ബാനറിന്റെ കീഴിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു റോയൽറ്റി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു റെമ്യൂണറേഷൻ മേടിച്ചുകൊണ്ട് അത് നിലനിർത്താൻ പറ്റുമോ, ആരെങ്കിലും പേരിലുണ്ടെങ്കിൽ ഇനി അതുണ്ടെങ്കിൽ അങ്ങനെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം. അപ്പൊ അതുപോലെ തന്നെ അവരോട് അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ തന്നെ നമ്മളുള്ള സാങ്കേതിക വിദഗ്ധരെയും അഭിനയത്തെക്കാളും ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് നടക്കുന്നവരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് കൂടി ചോദിച്ചുകൊണ്ട് അവർക്കത് നൽകാവുന്ന പറ്റുമെന്നുള്ളത് കൂടി ആലോചിക്കുന്നതാണ് എനിക്ക് റിപ്പോർട്ടിന്മേൽ പറയാനുള്ളത്. നമ്മളൊരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്തു, അത് ഫിലിം ചേംബറിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കമ്പനി നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ജിൻസ് ആദ്യം അത് നിലനിർത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ ജിൻസ് ആദ്യം സജീവ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ സജീവ തിയേറ്റർ ഒരു സജഷൻ വെച്ചു, എന്തായാലും നിങ്ങൾ പൈസ അടച്ചതല്ലേ, വർമ്മ സാറാണ് അതിൻ്റെ എം ഡി. അപ്പോൾ കമ്പനി പോയാലും വർമ്മ സാറിൻ്റെ പേഴ്സണൽ നെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് വർമ്മ സാർ ആദ്യം ഫിലിം ചേംബറിൽ ചെന്നു, അനിൽ തോമസിനെ കണ്ടു. അവിടുത്തെ പറഞ്ഞു ഇത് നടക്കില്ല, ഇത് അവരുടെ ലോ അനുസരിച്ച് നടക്കില്ല. കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പേഴ്സണലായിട്ട് വന്നാൽ പോലും അടുത്ത കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഒരു തലത്തിന് ഞങ്ങൾ 2 പ്രാവശ്യം പോയി. രണ്ടാമത്തെ പ്രാവശ്യം വളരെ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്താണ് അത് പറഞ്ഞില്ലേ നമുക്കിത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഞങ്ങൾ പലതരത്തിലും കുറച്ച് നാൾ ഇതിന്റെ പുറകിൽ നടന്ന് എങ്ങനെയെങ്കിലും നമ്മൾ കൊടുത്ത പൈസ മുതലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. ഒരു തരത്തിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല.